അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പലർക്കുമുള്ളൊരു വസ്വാസാണ്, പ്രത്യേകിച്ച് ഹനഫി ഫിഖ്ഹിൻ്റെ സ്വാധീനമുള്ള ഈ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തുമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി ജമാഅത്ത് ഇമാമിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് കേട്ടാൽ നമ്മൾ ഒരു പക്ഷേ ആമീൻ പറയും, ബാക്കിയുള്ളവർ ആമീൻ പറയില്ല. അപ്പോൾ ഫിഖ്ഹിൻ്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആമീൻ പതുക്കെ പറഞ്ഞാൽ മതി, ഹനഫി ഫിഖ് പ്രകാരം പ്രത്യേകിച്ച് ആമീൻ ഉറക്കെ ചെല്ലേണ്ടതില്ല എന്ന വാദം വ്യാപകമായി നമ്മുടെ നാട്ടിലുണ്ട്. ഷാഫി ഫിഖിലും മറ്റ് ഫിഖിലും ഈ പ്രശ്നങ്ങളില്ല. ഹനഫി ഫിഖിലാണ് ഏറ്റവും കൂടുതൽ ഈ തർക്കമുള്ളത്. എന്നാൽ ഇത് പ്രമാണത്തിനെതിരാണ്, ഇത് ഹദീസുകൾക്കെതിരാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലും പറയുന്നത്, പ്രമാണത്തിനെതിരായി ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ വാക്ക് വിട്ട് പ്രമാണത്തിലുള്ളത് സ്വീകരിക്കണമെന്നാണ്. അന്ധമായി അദ്ദേഹത്തെ പിൻപറ്റണമെന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹദീസിലുള്ളത് അൻവാഇ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു സ്വല്ല ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പിന്നിൽ അദ്ദേഹം നമസ്കരിച്ചപ്പോൾ ഫജഹറ ബി ആമീൻ, ആമീൻ എന്ന് ഉറക്കെയാണ് ചൊല്ലിയത്. ഫയർതജ്ജു ബിഹൽ മസ്ജിദ്, പള്ളി പ്രകമ്പനം കൊള്ളുമാർ ഉച്ചത്തിൽ ആമീൻ ചൊല്ലി എന്നാണ്. ഇതാക്കാദൽ ഇമാം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ ചെല്ലിയാൽ ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ പറയണം. ഫൈനഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായിക ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മഅ്മൂമുകളുടെ ആമീനും ഇമാമിൻ്റെ ആമീനും മഅ്മൂമിങ്ങളുടെ ആമീനും മലക്കുകളുടെ ആമീനും ഒരുമിച്ച് ചേർന്നാൽ അവർക്ക് പാവമോചനമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമീൻ ഉറക്കെ ചെല്ലുക. പ്രത്യേകിച്ച് ഹനഫി ഫിഖിൻ്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ മനസ്സിലാക്കുക, ആമീൻ പതുക്കെ ചെല്ലുന്നത് സുന്നത്തിന് വിരുദ്ധമാണ്. പള്ളി പ്രകമ്പനം കൊള്ളുമാറ് ഉറക്കെ ആമീൻ ചെല്ലി എന്നാണ് ഹദീസിലുള്ളത്. ഇത് കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുകയും പ്രവാചക ചര്യ അനുസരിച്ച് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, പ്രവാചകൻ നിസ്കരിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കുക. ആമീൻ ഉറക്കെ ചെല്ലേണ്ട സ്ഥലത്ത് ഉറക്കെ തന്നെ ചെല്ലുക, അവിടെ പതുക്കെയല്ല ചെല്ലേണ്ടത് എന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.